പച്ചക്ക് ഞാൻ പറയാൻ പറ്റും. ഇപ്പൊ ക്യാമറ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. രണ്ട് മിസ, ബാക്കി ഞാൻ പറയില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ആണ് പറയില്ല. ഒരു ആണുണ്ടെങ്കിൽ റെസ്പെക്ട് ചെയ്യുന്ന അറിയണം. ഒരു പെണ്ണുണ്ടെങ്കിലും ഒരു റെസ്പെക്ട് എൻഡ് ഓഫ് ദ മൊമെന്റ് എവ്രി വൺ ഹ്യൂമൻ അല്ലേ? ആരും ആയിക്കോട്ടെ, എന്തൊക്കെ ആയിക്കോട്ടെ, ജീവിക്കണ്ടേ? ഒരു ആൾക്ക് പോയിട്ട് ഇവിടെ കുറ്റം പറയാം, സ്വന്തം ബാക്ക് ആരും നോക്കില്ലല്ലോ. അതാണ് പ്രശ്നം. അതും ഇതൊരു മൈനോറിറ്റി ആയിട്ട് എല്ലാരും കുറ്റപ്പെടുത്തുന്ന ഒരു കമ്മ്യൂണിറ്റി ആകുമ്പോ അതിന് അഗെയിൻസ്റ്റ് എന്തെങ്കിലും പറഞ്ഞ ഒരു ലാർജ് ഒരു ഓഡിയൻസ് നമ്മളെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന അറിയാം. അപ്പൊ അത് പറഞ്ഞ അത് മാസാവാൻ ആർക്കും പറ്റും. പക്ഷെ അതായി നമ്മൾ സ്ട്രഗിൾ ചെയ്ത് ജീവിച്ച് അതിൽ നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്നതാണ് ഒരു റിയൽ സ്ട്രഗിൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളുടെ കുറെ കുറ്റങ്ങളുണ്ടോ, നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങളുണ്ടോ? ഒരാളെ നമ്മൾ ആ തെറ്റ് പറയുമ്പോ അത് നമ്മൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണോ എന്ന് ആരും ചിന്തിക്കില്ല. ഒരു ജനറലൈസേഷൻ ഉണ്ട്. പീപ്പിൾ ആർ വെരി ജഡ്ജ്മെന്റൽ. So they never like പണ്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല. ബിക്കോസ് സി ഇഫ് കുറെ ആൾക്കാർ പറയുന്നത് എനിക്കത് എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ട്. കാരണം മലയാളികൾ എങ്ങനെയാണ്, മലയാളികൾ അങ്ങനെയാണ്. എല്ലാ മനുഷ്യരും അസമീസ് എന്നില്ല, ഇന്ത്യൻസ് ആയിക്കോട്ടെ അമേരിക്കൻസ് ആരും ആയിക്കോട്ടെ, ഹ്യൂമന്റെ ഉള്ളിലുള്ള ഒരു സ്വഭാവമുണ്ട്. സോ അതിനാണ് പറഞ്ഞ മുന്നേ ഇങ്ങനെ പറയില്ല ആൾക്ക് ഒരിക്കലും നോക്കില്ല. ആൻഡ് ഇപ്പോഴത്തെ ജനറേഷൻ ആണ് വെരി ബാഡ്. ബിക്കോസ് നമുക്ക് ഈ മൊബൈലിലെ കുട്ടി ഇരിക്കില്ലേ, ദേഷ്യമാണ്. അതിന് ഒന്ന് പറയാൻ പറ്റും, ആ ഫ്രീഡം ഉണ്ടല്ലോ. ഇപ്പൊ എന്റെ ഒരു വീഡിയോ വെച്ചിട്ട് വേറെ ഒരു ട്രോൾ ആക്കുന്ന വേണ്ടി വീഡിയോ ആക്കുന്ന വേണ്ടി ഇറ്റ്സ് വെരി ഈസി. ഏറ്റവും തമാശ എന്താണെന്ന് അറിയാം, ഇപ്പൊ ഈ അടുത്ത് സത്യഭാമ എന്തോ കളർ വെച്ചിട്ട് റേസിസ്റ്റ് പറഞ്ഞതിനെ വളരെയധികം ക്രൂശിച്ച മലയാളികളാണ് ഓൺ എ ഡെയിലി ബേസിസ് ജാനുവിനെ ഒരു എന്താണ് പറയുന്നത്, അങ്ങനെ എന്താ പറയാ, ഹ്യൂമിലൈറ്റ് അത് ചെയ്യുന്നത്. ബോഡി ഷേമിങ് ആയാലും വയറ് എന്ന് പറഞ്ഞ് നമ്മുടെ മറ്റേ ടിപ്പ് ബർസയിൽ അതിനെ പറയുന്നവരാണ് ഈ സത്യഭാമ. അപ്പൊ നിങ്ങളും ചെയ്യുന്നത് സെയിം ആണ്. ഇന്നലെ അനുമോളിനെ ബിഗ് ബോസില് കുള്ളത്തി എന്ന് പറഞ്ഞപ്പോ ഞാൻ ആ കമന്റ് ബോക്സ് നോക്കുമ്പോ ഇങ്ങനെ ജിസൈലിനെ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുക, ഇത് റേസിസ്റ്റ് ആണ്, ബോഡി ഷേമിംഗ് ആണ്, അതാണ് അതാ അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ ചെയ്ത് ഇവര് തന്നെയാണ് ഇതിലും വന്ന് കമന്റ് ഇടുന്നത്. അതിനെ പറ്റി എന്റെ വാക്ക് എന്താ പറയുക, നാക്ക് രണ്ടെണ്ണം ഉണ്ടോ? അതായത് ഞാൻ പമ്പുക്കെ മാത്രം കണ്ടിട്ടുള്ളൂ, സ്പ്ലിറ്റ് നാക്ക്. ഈ ആൾക്കാർ ഇപ്പൊ ജർമ്മനി ഉണ്ടെങ്കിൽ പറഞ്ഞ ജർമ്മനി കച്ചോ, ജർമ്മനി ബാംഗ്ലാദേശി, നീ മലയാളി അല്ല, ഇതല്ല അതാ ഇല്ല, നിങ്ങളുടെ കൂടുതൽ മലയാളി ഞാനാണ്. ഫസ്റ്റ് അതാ മനസ്സിലാക്കണം. അതാ മനസ്സിലാവില്ല. അത് 15 വർഷം ഞാൻ ഈ സ്ഥലത്തില് ഉണ്ടായിട്ട് ഈ സ്ഥലത്തില് ഒബ്വിയസ്ലി ഈ സ്ഥലം എനിക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാനും എൻ്റെ ലൈഫ് കൊടുത്തല്ലേ ഈ സ്ഥലത്തിന് വേണ്ടി. അത്ര സ്നേഹം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ എവിടെ വന്നിട്ട് ജിജിൽ എന്താ പറയുന്നത്, ജിസൽ അല്ലേ, whatever it is, I don't know. So അവളെ മലയാളം പറഞ്ഞിട്ട് ക്യൂട്ട്, cute ആണ്. Because her body is like this, very seductive, so they wants to see. And she is beautiful, she is a girl. That is the reason she is cute. Her body is such a body movement when she is telling that Malayalam. So it is like cuteness. Germany പച്ചക്ക പറഞ്ഞില്ലേ തിരിഞ്ഞേ. കാരണം നിങ്ങളെന്നെ പഠിപ്പിച്ച് ഇങ്ങനെ. ഇപ്പൊ ഞാൻ മലയാളി അല്ലത്തെ ഞാൻ മലയാളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡോണ്ട് disrespect that. I'm trying my hard. മലയാളി പെണ്ണായിട്ട് മലയാളം അറിയില്ലത്തെ എനിക്ക് അതെനിക്ക് മനസ്സിലായത്. മലയാളികളായിരിക്കും ഏറ്റവും കൂടുതൽ ഇത് കാണിക്കുന്നത്. എനിക്ക് മലയാളം മറന്നുപോയി, എനിക്ക് അറിയില്ല. ഞാൻ 15 വർഷം ഈ കേരളത്തിലുണ്ടോ, എനിക്ക് എന്റെ മദർ ടങ് മറന്നു പോകും. ജാനുവിന്റെ ലാംഗ്വേജ് വെച്ച് കുറെ ട്രോളിങ് ഞാനിപ്പോ കണ്ടു. ജാനു മലയാളി അല്ല, ഒരു ആസാമീസ് വന്ന് ഇത്രയും മലയാളം പഠിച്ച് അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മളിൽ പലർക്കും ഹിന്ദി നമ്മുടെ നാഷണൽ ലാംഗ്വേജ് ആണ്, ഹിന്ദി പഠിക്കാനുണ്ട് ബുക്കില്. അവിടെ പോയിട്ട് ഈ പറയാനെ കുറ്റം പറയാൻ ആൾക്കാർ പോയിട്ട് ആസാമിലെ അസമീസ് ലാംഗ്വേജ് പഠിച്ചിട്ട് സോ തമിഴ് പോലെ ഹിന്ദി പോലെ കറക്റ്റ്ലി അറിയില്ല. ഹിന്ദി നമ്മള് 10ാം ക്ലാസ് വരെ എഴുതി പഠിച്ച ഭാഷയിൽ ഒരു സെന്റൻസ് പറയാൻ അറിയാത്ത പലരും ഉണ്ട്. അവരാണ് ഈ ജഡ്ജ് ചെയ്യുന്നത്. പക്ഷെ അവിടെ പോയിട്ട് അവര് ക്യൂട്ട് ആണ്, ഇതാണ് പൂക്കി ഗേൾ പറയണ്ടേ ഞാൻ